ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി എന്നത് മാത്രമല്ല, RSS ഉയർത്തിയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയത് കൂടിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ MP പറഞ്ഞു. വൈക്കത്തെ CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണെന്ന് പി സന്തോഷ് കുമാർ MP പറഞ്ഞു. അന്ന് പരാജയപ്പെടുത്തിയ ബ്രിട്ടൻ ഇന്ന് അത്ര വലിയ ശക്തിയല്ലെങ്കിലും RSS രാജ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുകയാണ്. സംഘടിതമായ പ്രവർത്തനത്തിലൂടെ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഈ അപകടാവസ്ഥയെ രാജ്യം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതാണ് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് LDF ഏറ്റവും മെച്ചപ്പെട്ട LDF ആക്കി മാറ്റുക എന്നുള്ളതാണ്. ദൗർബല്യങ്ങളും പരിമിതികളും ഉണ്ടെങ്കിൽ അവരെ അതിജീവിച്ചുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട LDF കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഓരോ സമ്മേളനങ്ങളിലും നടക്കുന്ന ചർച്ചകൾ വളരെ സഹായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള ഭരണം സംബന്ധിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ നേതാക്കന്മാർ പ്രസംഗിക്കാറുണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ LDF ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാമുഖ്യം അല്പം പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്കും കൃഷിക്കാരും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോൾ നമ്മൾ ലെഫ്റ്റും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ അവശേഷിക്കുന്ന ഏക ഗവൺമെന്റിനെ ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ട നടപ്പായി കഴിഞ്ഞാൽ ആ അജണ്ട നടപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളെല്ലാവരെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നായിരിക്കും. ആ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നതിനും നമുക്ക് മുന്നോട്ട് പോകുന്നതിനും സാധിക്കണം. അങ്ങനെ മെച്ചപ്പെട്ട LDFും മെച്ചപ്പെട്ട പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ സന്ദർഭമായി ഇതിനെ മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. മതപരിവർത്തനം എന്ന ഇല്ലാത്ത കഥ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. പ്രത്യേകമായ ടാർഗറ്റ് നിശ്ചയിച്ചാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, VT തോമസ്, MA ഷാജി, CK ആശ MLA, ജിജോ ജോസഫ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് ബിജു നഗറിൽ നടക്കുന്ന സമ്മേളന പരിപാടികൾ നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, PP സുനീർ MP, TV ബാലൻ, CP മുരളി, P പ്രസാദ്, KK അഷ്റഫ്, P വസന്തം എന്നിവർ പ്രസംഗിച്ചു. വലിയ കവലയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കൊപ്പം മുതിർന്ന നേതാവ് പാലായിലെ KS മാധവൻ പതാക ഉയർത്തി. ദൃശ്യ ന്യൂസ്, വൈക്കം. ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വാഴൂർ വില്ലേജിൽ തത്തംപള്ളിക്കുന്ന് ഭാഗത്ത് കൊച്ചുപറമ്പിൽ വീട്ടിൽ കുട്ടപ്പൻ മകൻ രാജൻ CKയെയാണ് പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കത്തോട് ഗ്രാൻഡ് അവന്യൂ ബാർ ഹോട്ടൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞും സെക്യൂരിറ്റി ക്യാബിൻ ഭാഗത്തു നിന്നും പോകാതിരുന്ന പ്രതിയെ സെക്യൂരിറ്റി ജീവനക്കാരനായ രാജൻ ഗേറ്റിന് വെളിയിൽ ഇറക്കി വിട്ടതിലുള്ള വിരോധത്താൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ബാറിന് മുൻവശം ഗേറ്റിന് വെളിയിൽ വെച്ച് ചീത്ത വിളിച്ചുകൊണ്ട് രാജനെ പിടിച്ചു തള്ളി നിലത്തിടുകയും നിലത്തു വീണ ആളെ തല പിടിച്ച് നിലത്തടിപ്പിച്ചും നെഞ്ചിലും മറ്റും പലതവണ ചവിട്ടുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഇയാളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ യുവജനശക്തി വിളിച്ചറിയിച്ചുകൊണ്ട് പാലാ നഗരത്തിൽ യൂത്ത് ഫ്രണ്ട് എം നേതൃത്വത്തിൽ വൻ യുവജന റാലി നടത്തി. പാലാ കിഴതടിയൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കുരിശുപള്ളി കവലയിൽ സമാപിച്ചു. യൂത്ത് ഫ്രണ്ട് എം പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ യുവജന റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടിവരിക്കയിൽ, ടോബിൻ K അലക്സ്, ബൈജു പുതിയടത്തുചാലിൽ, ഡിനോ ചാക്കോ, സിജോ പ്ലാത്തോട്ടം, ടോബി തൈപ്പറമ്പിൽ, സുനിൽ പയ്യമ്പള്ളി, ജെയിംസ് പൂവത്തോലി, അവിരാച്ചൻ ചൊവ്വാറ്റുകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. 12 പഞ്ചായത്തുകളിൽ നിന്നും പാലാ നഗരസഭയിൽ നിന്നും യുവജനങ്ങൾ ചുവപ്പും വെള്ളയും കലർന്ന ദ്വിവർണ്ണ തൊപ്പിയണിഞ്ഞ് പതാകയുമേന്തിയാണ് റാലിയിൽ പങ്കെടുത്തത്. ഈ വാഹനത്തിനൊട്ട് പിന്നിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള വനമന്ത്രിയാണ് യുവജന റാലി. മരുന്നക ശക്തി പകർന്നവരും തൊണ്ടുതല്ലി ചകിരി പിരിക്കുന്ന കരിവളക്കൈകളും അമ്പലചെല്ലികളാർ
9-ാം തീയതികളെ സായം സന്ധ്യ ഇന്ന് നാം അക്ഷരനഗരി എന്ന് ഘോഷിക്കുന്ന കോട്ടയം തിരുനക്കരയുടെ തിരുമുറ്റത്ത് നിറപറയും നിലവിളക്കം കൊളുത്തി ജനം ചുമതല ഏൽപ്പിച്ചവരുടെ അലംഭാവത്തിലും അവഗണനയിലും പാലായ്ക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കുവാൻ യുവജന മുന്നേറ്റം നടക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. പാലായിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജന മാർച്ചിൻ്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടിവരിക്കയിൽ അധ്യക്ഷത വഹിച്ചു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, മുൻ MP തോമസ് ചാഴിക്കാടൻ, പ്രമദ് നാരായണൻ MLA, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, മുൻ MLA സ്റ്റീഫൻ ജോർജ്, സിറിയക് ചാഴിക്കാടൻ, പ്രൊഫസർ ലോപ്പസ് മാത്യു, സാജൻ തൊടുക, ടോബിൻ K. അലക്സ്, ബൈജു പുതിയടത്തിച്ചാലിൽ, ജെയിംസ് പൂവത്തോലി എന്നിവർ പ്രസംഗിച്ചു. ചിലപ്പോൾ എതിരാളികളുണ്ടാകാം, രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടെടുത്തവരുണ്ടാകാം. അവരൊക്കെ ചിന്തിക്കട്ടെ, ഇവിടെ പാല നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പാല ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബ്രില്യന്റും അതുപോലെ തന്നെ ത്രിപിൾ ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്നെത്തുന്നത്. പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു MPയെ സംബന്ധിച്ചോളം, ഒരു ജനപ്രതിനിധി നിയമസഭ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം MP ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, പക്ഷെ ബൃഹത്തായ പദ്ധതികൾ പറയട്ടെ, കഴിഞ്ഞ 7 വർഷക്കാലത്തിന് ശേഷം അല്ലെങ്കിൽ 7 വർഷത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരെണ്ണം പറയട്ടെ, ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല. ഇപ്പൊ പല പദ്ധതികളും ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികൾ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഈ ബൈപാസ് വരുമ്പോൾ ആ ബൈപ്പാസ് എല്ലാ പഞ്ചായത്തുകളും പാലായിൽ കൂടെ കടന്നു പോകുന്നവർക്കെല്ലാം പ്രയോജനകരമാണ്. ഇവിടെ ഒരു റിവർ വ്യൂ റോഡിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനകരമാണ്. മാണി സാർ തുടങ്ങി വെച്ചിട്ട് 90% പൂർത്തിയാക്ക പദ്ധതികൾ, ബാക്കി 10% ഉള്ളൂ. അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ആരാണ് കുറ്റക്കാരൻ? ജോസ് കെ മാണിയാണ്. സ്വന്തം പിതാവ് തുടങ്ങി വെച്ച് 90% പൂർത്തിയാക്ക പദ്ധതി ഏറ്റവും അവസാനം പറയുന്നു അത് ഭരണത്തിലിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. ഇവിടെ ഞാൻ ചുരുക്കട്ടെ, ഇവിടെ നിന്ന് നേരെ അങ്ങേ അറ്റത്ത് മരിയ സെന്ററിൽ പോകുമ്പോൾ ഒരു വീടുണ്ട്. ഇവിടെ 2.5 സെന്റ് സ്ഥലം മാത്രം എടുക്കാനുള്ള റിവർ വ്യൂ പദ്ധതിയിൽ ആ 2.5 സെന്റ് എടുക്കുവാനായിട്ട് ഇന്ന് 7 വർഷക്കാലമായി. എന്തിനാണ് കളരിയമ്മാക്കൽ പാലത്തിലേക്ക് പോകുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ ചെല്ലുമ്പോൾ അതിന് വേറെ ലെറ്ററുകളാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ആരെന്ത് വികസനം നടത്തിയാലും അതിന് മുമ്പിൽ നിന്നോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കേരള സംസ്ഥാനത്തിന്റെ പദ്ധതികൾക്ക് എപ്പോഴും MLA-മാർക്ക് ഒരു അവകാശമുണ്ട്, ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു MP-യേക്കാൾ. അത് ആ പദ്ധതി എങ്ങനെ വേണം എന്ന് പരിശോധിക്കേണ്ടത് ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധി, നിയമസഭ ഒരു MLA ആണ്. അവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഒരു ബൈപ്പാസ് വരുമ്പോൾ അവിടെ ഒരു ജനപ്രതിനിധി പറയുകയാണ്, നിയമസഭാ ജനപ്രതിനിധി പറയുകയാണ് അത് ഇങ്ങനെയല്ല, അലൈൻമെന്റ് അപ്പുറത്തൂടെയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എടുത്തു നോക്കുക, ഈ പദ്ധതികളൊക്കെ എത്രയോ പദ്ധതികൾ കളരിയമ്മാക്കലായിരിക്കാം, ഇവിടുത്തെ റിംഗ് റോഡ് സെക്കൻഡ് റീച്ച് ആയിരിക്കാം, ഈ പറയുന്ന മരിയ സെന്ററിലെ ആയിരിക്കാം, ഇവിടെ ഈ പറയുന്ന റിവർ വ്യൂവിന്റെ ആയിരിക്കാം. ഈ പദ്ധതികളൊക്കെ പോകുമ്പോൾ ഇതിനു വേണ്ടി ഒരു അക്ഷരം അസംബ്ലിക്കകത്ത് മുണ്ടിട്ടുണ്ടോ? ഇതിനു വേണ്ടി ഒരു യോഗം ഉദ്യോഗസ്ഥർ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ പറയാൻ വിഷമമുണ്ട്. കാരണം ഏറ്റവും അവസാനം നടക്കാതെ വരുമ്പോൾ ഇതെല്ലാം ഭരണകൂടമാണ് എന്ന് പറയുന്നത് ആ വിഷമത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. പക്ഷെ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കോട്ടയം തെങ്ങണയിൽ റോഡരികിൽ പാർക്ക് ചെയ്ത ബൈക്കിൽ ഇരുന്ന യാത്രക്കാരെ
സ്വകാര്യ ബസ് ഇടിപ്പിച്ചു വീഴ്ത്തി. മാമൂട് സ്വദേശി മാത്യു, ചിങ്ങവനം സ്വദേശി ചിക്കു എന്നിവർക്ക് പരിക്കേറ്റു. മാത്യുവിൻ്റെ വാരിയെല്ല് പൊട്ടി, ചിക്കുവിൻ്റെ കാലിൽ തുന്നൽ കെട്ടുണ്ട്. അശ്രദ്ധമായി അമിത വേഗതയിലാണ് ബസ് എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃക്കൊടിത്താനം പോലീസ് കേസെടുത്തു. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൽക്കാട്ടിൽ HF ഹൈബ്രിഡ് ഇനം പശുവിന് ഒറ്റപ്രസവത്തിൽ 2 കിടാക്കൾ പിറന്നു. രണ്ടും പെൺകിടാക്കളാണെന്നതും മറ്റൊരു അപൂർവത കൂടിയാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൽക്കാട്ടിലെ ക്ഷീരകർഷകനായ ഷാജി വയലിൻ്റെ തൊഴുത്തിലാണ് കൗതുകമുണർത്തി പശു പ്രസവിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള പശുവാണ് HF ഇനം. 25 ലിറ്ററിൽ കുറയാതെ പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനം പശു പ്രസവിച്ചപ്പോഴാണ് 2 പെൺകിടാക്കൾ പിറന്നത്. പശുവിന് പ്രസവലക്ഷണങ്ങൾ കണ്ടതോടെ മുനിയറയിലെ വെറ്റിനറി ഡോക്ടർ തോമസ് മണവാളനെ വിവരമറിയിക്കുകയായിരുന്നു. നല്ല ഹൈബ്രിഡ് പ്യൂർ HF ഇനത്തിലുള്ള പശുവാണ്. ഏകദേശം ഡെയിലി 25 ലിറ്റർ പാല് പ്രൊഡക്ഷനുള്ള നല്ലൊരു ഹൈബ്രിഡ് പശുവാണ്. 2 പശുക്കിടാക്കളാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. രാജി പെട്ടെന്ന് പശുവിൻ്റെ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ വന്ന് ഒരു പശുക്കിടാവിനെ വലിച്ചെടുത്തതിന് ശേഷം പിന്നീടൊന്ന് ഒരു പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു കിടാവ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ അതിനെ എടുത്ത് 2 പശുക്കിടാക്കൾ ഒരേ ഡെലിവറിയിൽ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഡോക്ടർ കിടാക്കളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. കിടാക്കൾ 2ഉം പെൺകിടാക്കളാണെന്നതും കർഷകന് സന്തോഷകരമായി. 20 വർഷക്കാലമായി കാലി വളർത്തലിൽ ഏർപ്പെടുന്ന ഷാജി സമീപകാലത്താണ് ഹൈബ്രിഡ് ഇനങ്ങളെ പരിപാലിക്കുവാൻ തുടങ്ങിയത്. ഞാൻ പശു വളർത്തൽ തുടങ്ങിയിട്ട് 20 വർഷമായി. 3-4 വർഷമായുള്ളൂ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു പശുവിനെ എനിക്ക് കിട്ടിയത്. അതിൽ ഇന്ന് പ്രസവിച്ചപ്പം 2 പശുക്കിടാക്കളെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതി ഏറ്റുമാനൂർ പോലീസിൻ്റെ പിടിയിൽ. പിറവം സ്വദേശി ശരത് ശശിയാണ് പിടിയിലായത്. പട്ടിത്താനം ഭാഗത്ത് താമസിക്കുന്ന പരാതിക്കാരൻ്റെയും പിതാവിൻ്റെയും കയ്യിൽ നിന്നും 3,72,270 രൂപ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെ പലപ്പോഴായി പ്രതി ശരത് ശശിയുടെയും പ്രതിയുടെ സുഹൃത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് മുഖാന്തിരവും പണം അയച്ചു കൊടുക്കുകയായിരുന്നു. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അൻസൽ ASൻ്റെ നേതൃത്വത്തിൽ SIമാരായ അഖിൽ ദേവ് AS, ആഷ്ലി രവി, റെജിമോൻ CT, SCPO സുനിൽ കുര്യൻ, CPOമാരായ അനീഷ് VK, അജിത് M, വിജയൻ എന്നിവർ ചേർന്ന് എറണാകുളം മലയാറ്റൂർ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 2025 സെപ്റ്റംബർ 13 ശനിയാഴ്ച നടക്കുന്ന വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന NSS തലയോലപ്പറമ്പ് മേഖലാ സമ്മേളനം നടന്നു. സമൂഹത്തിലെ വരുന്ന ഏത് അനീതിക്കും എതിരെയും വിരൽ ചൂണ്ടുന്നത് NSS മാത്രമാണെന്ന് NSS വൈക്കം താലൂക്ക് യൂണിയൻ വൈസ് ചെയർമാൻ P. വേണുഗോപാൽ പറഞ്ഞു. NSS കരയോഗം തലയോലപ്പറമ്പ് മേഖലാ സമ്മേളനം തലയോലപ്പറമ്പ് 907 നമ്പർ NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലാ പ്രസിഡന്റ് M. അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി അഖിൽ R. നായർ മുഖ്യ പ്രഭാഷണവും താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പർ VS വേണുഗോപാലൻ നായർ, M. മുരുകേശൻ, മധു, വനിതാ പ്രതിനിധികളായ ശ്രീലേഖ, ഷാജി, ജിജി സോമരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കരയോഗങ്ങളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ യോഗത്തിൽ ആദരിച്ചു. ശക്തി പിടിച്ചറിയുന്ന തരത്തിലുള്ള ഒരു പ്രകടനവും സമ്മേളനവും അവിടെ നടക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇതുപോലുള്ള മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നതിനുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. നമുക്കിവിടുന്ന് മുഴുവൻ കരയോഗങ്ങളിൽ നിന്നും എത്താവുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ വൈക്കത്ത് ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം. അതൊരു വലിയ സംഭവമാക്കി മാറ്റുവാൻ നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്.
മറ്റു വലിയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാനായിരിക്കുന്നില്ല. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഒട്ടനവധി നേതാക്കന്മാർ ആ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ സമുദായാചാര്യന്റെ പ്രവർത്തനം നമുക്കറിയാം. സവർണ ജാഥ നയിച്ചുകൊണ്ട് അവർണർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരം നടത്തിയ മഹാനായ ശ്രീ മന്നത്താചാര്യന്റെ ശമ്പളം കിട്ടിയില്ല, കൊടുക്കുന്നില്ല. 15 കൊല്ലമായി ജോലി ചെയ്യുന്നു, ഒരു പൈസയില്ല. ആ തരത്തിൽ മാറ്റുകയാണ്. അവസാനം ഈ ഒരു 3 മാസത്തെ ശമ്പളം ഇപ്പോൾ കൊടുത്തു, ബാക്കിയുള്ളത് കൊടുത്തില്ല. അതിന് ഓരോ ഇടക്കിനായും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ നിന്നപ്പോഴാണ് അവർക്ക് പിടിച്ചു നിന്നാണ് അവസാനം. നമ്മളുടെ പല സ്കൂളുകളിൽ പുതുതായിട്ട് നിയമിക്കപ്പെടുന്ന ഒട്ടേറെ പേർക്ക് ശമ്പളമില്ല. 8, 10, 15 കൊല്ലമായി. ഓരോ തരത്തില് ഇത് തള്ളിവിടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് തരുന്നത്. അതും നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചു. എത്രയും വേഗം അവർക്ക് നിയമിക്കപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കുക എന്നൊരു തീരുമാനമാണ് ഉണ്ടായത്. ആ തരത്തിൽ ഇന്ന് സമൂഹത്തിൽ വരുന്ന ഏത് അനീതിക്കെതിരെയും വിരൽ ചൂണ്ടുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ, മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രീണനമാണ്. വൈക്കം ജട്ടി മൈതാനിയിലെ PS ശ്രീനിവാസൻ CK വിശ്വനാഥൻ നഗറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ പ്രമുഖ വിപ്ലവ ഗായിക PK മേദിനിയെ ആദരിച്ചു. R ബിജു നഗറിൽ CPI പ്രതിനിധി സമ്മേളനം തുടരുകയാണ്. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറി മറുപടി പറയും. തുടർന്ന് സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെയും പുതിയ ജില്ലാ കൗൺസിലിനെയും തെരഞ്ഞെടുക്കും. ഈ പാവപ്പെട്ടവൻ അവൻ ഈ നടന്നേ മതിയാവുകയുള്ളൂ എന്ന് പറയാൻ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അവിടെ 3 സംഘടനകൾ ആ സത്യഗ്രഹത്തിലുണ്ടായി. ആ പാലിയ സത്യഗ്രഹത്തിലെ 3 സംഘടനകൾ, ഒന്ന് അരിവാഴ്ചത്തിൽ ആലേഖിക്കുന്ന കൊടിയുമായിട്ട് CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, 2 SNDP യോഗമാണ്, 3 KPMS ആണ്. ഈ 3 സംഘടന ചേർന്നാണ് ആ സമരം നയിച്ചത്. ആ സമരത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ട ആളിന്റെ പേര് AG വേലായുധൻ എന്നാണ്. ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 100 കൊല്ലം 100 കണക്കായിരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും പോരാട്ടത്തിന്റെ പാതകളിലേക്ക് ഇറങ്ങി ജീവൻ ബലിയർപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും പാർട്ടികളെല്ലാം ഉറങ്ങി നടന്നവർ അവരായിരുന്നു. അവരാണ് നമ്മുടെ നാടിൽ ചോദിക്കുന്നത്, എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ എന്നും. ഈ പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാനത്തിന്റെ 1ാമത്തെ ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം ഈ കേരളത്തിൽ നടന്ന ഈ പോരാട്ടങ്ങൾ ഐതിഹാസികമായ പുന്നപ്രവയല മേനാശ്ശേരി സമരങ്ങൾ അടക്കമുള്ളവർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രം കുറുവിലങ്ങാട് ദേവമാതാ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. വിദൂര വിദ്യാഭ്യാസത്തിന് മാത്രമായി കേരളത്തിൽ ആരംഭിച്ച പ്രഥമ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലായി 32-ൽ പരം പഠന വിഷയങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. എല്ലാ പ്രോഗ്രാമുകളും UGC അന്തർദേശീയ അംഗീകാരമുള്ളതാണ്. PSC, UPSC മുതലായ എല്ലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും ഈ പ്രോഗ്രാമുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. 28 പ്രോഗ്രാമുകളാണ് ദേവമാതാ കോളേജിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു മൾട്ടി മോഡൽ ഉന്നത വിദ്യാഭ്യാസ ദാതാവ് എന്നുള്ള നിലയിലേക്ക് ദേവമാതാ കോളേജ് ഉയരുകയാണ്. സാധാരണ രീതിയിലുള്ള ഒരു അഫിലിയേഷൻ സിസ്റ്റത്തിന് പുറമെ, MG യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേറ്റഡ് കോളേജിന് പുറമെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റിലെ ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രമായി ദേവമാതാ കോളേജ് മാറുന്നു. ഇതുവരെ മുഖ്യൻ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോയവർക്ക്, പലവിധ ജോലികൾ തിരക്കുകൾ മൂലം ഒരു റെഗുലർ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കാത്തവർക്കെല്ലാം തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഒരു മോഹന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ദേവമാതാ കോളേജിൽ ഇങ്ങനൊരു പ്രാദേശിക കേന്ദ്രം അനുവദിക്കപ്പെട്ടതോടുകൂടി സാധിക്കാൻ പറ്റുന്നത്. കൂടാതെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒരു ഔട്ട്റീച്ചും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഈ അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചില സാധ്യതകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. കൂടാതെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായ കോഴ്സുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാ കോഴ്സുകളും ദേവമാതാ കോളേജിൽ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി നൽകുന്നുണ്ട്. എല്ലാ കോഴ്സുകൾക്കും ദേവമാതാ കോളേജ് സെന്ററാണ്. അതേപോലെ തന്നെ ഒരു അക്കാഡമിക് സെന്റർ എന്നുള്ളതിനുപരി പരീക്ഷാ സെന്ററായിട്ടും ദേവമാതാ കോളേജിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്.
അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും മോഡി ഭരണകൂടത്തിൻ്റെ നയപരാജയങ്ങൾക്കെതിരെയും ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചെറുതോണി ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ശ്രീ MP ഉസ്മാൻ, ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ശ്രീ സിറിയക് തോമസ്, ശ്രീ D കുമാർ തുടങ്ങി അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെയും പൊതുയോഗങ്ങളുടെയും ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത മോഡി ഭരണകൂടത്തിൻ്റെ നയപരാജയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമ്മേളനവേദിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ DCC സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദിയുടെ നയങ്ങളും തീരുമാനങ്ങളും വിദേശ ശക്തികളെ സഹായിക്കാനാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് പറഞ്ഞു. ഭൂരിപക്ഷമില്ലാത്ത മോഡി എടുക്കുന്ന നയങ്ങളും പരിപാടികളും തീരുമാനങ്ങളും വിദേശ ശക്തികൾക്കാണോ വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന കാലഘട്ടമാണ്. രാഹുൽ ഗാന്ധി 6 മാസക്കാലമായി ഓരോ നിയോജക മണ്ഡലങ്ങളും അരിച്ചു പെറുക്കി കണക്ക് കൂട്ടി പുറത്തേക്ക് വിടുന്ന യാഥാർത്ഥ്യങ്ങൾ ജനാധിപത്യത്തിന് ഏൽക്കുന്ന കളങ്കമാണ് മോഡിയുടെ മുൻപിൽ, BJPയുടെ മുൻപിൽ. കേവലം തുച്ഛമായ വർഷങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ എല്ലാ മേഖലയും തകർത്തെറിയുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ സ്വന്തമാക്കുന്നു, CBIയെ സ്വന്തമാക്കുന്നു, റോയെ സ്വന്തമാക്കുന്നു. തങ്ങളുടെ വരുതിക്ക് നിൽക്കാത്ത പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടുകളിലേക്ക്, അവരുടെ MPമാരുടെ വസതികളിലേക്ക് EDയെ പറഞ്ഞുവിടുന്നു. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സ്വാധീനിക്കുന്നു. റിട്ടയറിന് പോകുന്ന അറ്റോർണി ജനറൽമാരെ സ്വന്തം താല്പര്യപ്രകാരം പാർശ്വവർത്തികൾക്ക് താക്കോൽ സ്ഥാനങ്ങൾ നൽകുന്നു. എല്ലാ മേഖലയും BJP വൽക്കരിക്കപ്പെടുകയാണ്. AICC അംഗം EM അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യമർപ്പിച്ച് KPCC സെക്രട്ടറി S അശോകൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ, ജോയ് വെട്ടുകുഴി, AP ഉസ്മാൻ, സിറിയക് തോമസ്, അനീഷ് ജോർജ്, CP സലീം എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ലീഗ് വിരോധം പറഞ്ഞാൽ അത് മുസ്ലിം വിരോധമാക്കി മാറ്റുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ്റെ ശാഖാ നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാഥാർത്ഥ്യം ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിലുള്ള ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാൻ മനസ്സില്ലെന്നും അത്തരം വെല്ലുവിളി നേരിടാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സംഘടനാ ഭാരവാഹികളുടെ നിറഞ്ഞ സാന്നിധ്യവും പങ്കാളിത്തവും കൊണ്ട് നേതൃസംഗമം പ്രൗഢഗംഭീരമായി. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് അറുമാണായിട്ടുണ്ട് കാര്യം. പക്ഷേ ഈ പണി വല്ലതും നമ്മൾ നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് പലരുള്ള അസത്യം അസത്യമൊന്നും പറയട്ടെ. വിഷയത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ചെയ്യുന്നവരില്ലേ? അത് വിഷയത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യാതെ വിഷയത്തിൽ മുന്നോർത്താലും നമ്മളെ ഞാൻ പറഞ്ഞത് ട്വിസ്റ്റ് ചെയ്ത് മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്നു, മുസ്ലിം വിരോധം പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നു. ഞാനവിടെ പറഞ്ഞു ഒരു മുസ്ലിം വിരോധം പറഞ്ഞില്ല. അവിടെ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് വിരോധം പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിം വിരോധം എത്രയോ മുസ്ലിം നല്ലവരുണ്ട്. അധികാരം ഉപയോഗിച്ച് ലീഗ് അമിതമായി എല്ലാം കൈയടക്കിയെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. അപ്പോൾ മുസ്ലിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മുസ്ലിം ലീഗ്. അവരെ ഇവിടെ വെച്ച് മതേതരം, പകലെല്ലാം മതേതരം പറയും, രാത്രി മുഴുവൻ മതാധിപത്യം. ഇതല്ലേ മുസ്ലിം നടക്കുന്നത്? ഞാനീ സത്യപരമ്പര ഇടേണ്ടതിനെ കല്ലുന്നു. ഞാനീ കിടക്ക് പറയുന്നു. അപ്പോൾ ഉടനെ പറഞ്ഞു മുസ്ലിം സമുദായത്തെ ഞാൻ ആക്ഷേപിച്ചു. ഞാൻ മുസ്ലിം സമുദായത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാനൊരു സാമൂഹ്യ സത്യം പറയുമ്പോൾ ഈ കണക്ക് വന്നപ്പോൾ കണക്ക് വെച്ചാണ്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു ഞങ്ങൾക്ക് വരാനല്ല. ആ തെറ്റിൻ്റെ പാപമാരെ എത്തും. ആ എത്തുന്നതിന് പകരം എന്നെ ക്രൂശിക്കാനും എന്നെ കൊല്ലാനാണ് അറിയാം. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ അതിന് കൊല്ലുമെന്ന് പറഞ്ഞാൽ എത്തിയെന്നും പറഞ്ഞു. എന്നെ കത്തിച്ചല്ല ഇതുപോലെ. ഇനി എന്നെ തന്നെ കത്തിച്ചോട്ടെ. അതുകൊണ്ടൊന്നും വെള്ളാപ്പള്ളി നിർദ്ദേശം പറഞ്ഞ മാറ്റുന്നത് ഒരു കാരണവശാലും മാറുന്നില്ല.
കാരണം എനിക്ക് മാർഗത്തിൽ തോന്നില്ല. അങ്ങനെ ഈ SNDP യോഗത്തെ തകർക്കാൻ വേണ്ടി ഒളിഞ്ഞു തെളിഞ്ഞും ഇന്ന് ജീവിതം പ്രവർത്തിക്കുക. കോൺഗ്രസ് എന്നും മുസ്ലിം ലീഗിന്റെ പുറകെയാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന ഊന്നുവടിയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സംഘടിതമായി ഒത്തുചേർന്നാൽ മാത്രമേ സമുദായത്തിന് അർഹമായത് വാങ്ങിയെടുക്കാൻ പറ്റുകയുള്ളൂവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സജീവ് പൂവത്ത്, N നടേശൻ, യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സംഘടനാ ഭാരവാഹികളുടെ നിറഞ്ഞ സാന്നിധ്യവും പങ്കാളിത്തവും കൊണ്ട് നേതൃസംഗമം പ്രൗഢ ഗംഭീരമായി. യൂണിയന്റെ കീഴിലുള്ള 59 ശാഖകളുടെ ഭാരവാഹികളും കുടുംബ യൂണിറ്റ്, യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, പോഷക സംഘടനാ ഭാരവാഹികളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. 2000-ഓളം പ്രതിനിധികൾ സംഗമത്തിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കോടിക്കണക്കിന് ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി UPA സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാവശ്യമായ ഇടപെടലിലൂടെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് നടന്ന മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വിൽസൺ മാത്യൂസ്, അഡ്വക്കേറ്റ് K ശിവരാമൻ, S രാജീവ്, KG ഹരിദാസ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീബ് ഖാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹസിൻ തൃശൂർ, അജിമോൾ ചെങ്കൽ, ഷാഫി പെരുവള്ളൂർ, ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, ദിനൂപ് എറണാകുളം, ഷബീർ ഷാ പാലോട്, ഷമീം തിരുവനന്തപുരം, കരീം കാസർഗോഡ്, ശരണ്യ മലപ്പുറം, അംജദ് കാട്ടിൽ, നിന്മി ആലപ്പുഴ, ഫെബിൻ കോട്ടയം, മനോജ് പത്തനംതിട്ട, സജിത് ജിറ്റോ, അർഷാദ് തൊടുവിൽ, ലാൽ എറണാകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സർക്കാർ ജോലിക്ക് പോകുന്ന അവസാനത്തെ കാലാവധി 40 കൊല്ലം. ഈ 34 കഴിഞ്ഞ് 6 വർഷം കൂടെ കഴിഞ്ഞ പിന്നെ കിട്ടുന്ന പ്രശ്നങ്ങളില്ല. അത് ഞാൻ 20-ാം വയസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 25-ാം വയസ്സാണെങ്കിലും അത് കഴിഞ്ഞിട്ട് 14 വർഷം മുമ്പോട്ട് പോയാൽ 41 വയസ്സായില്ലേ, പിന്നെ സ്ഥിരപ്പെടുത്തുന്ന പ്രശ്നമില്ല. അപ്പം എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജോലിക്ക് നമ്മളുടെ ആളുകൾക്ക് കൂടുതൽ താല്പര്യവും അതിനു വേണ്ടിയുള്ള അവസരം കിട്ടാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ശരിയാണോ? വേതനം തരാതെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ശരിയാണോ? അത് യഥാർത്ഥത്തിൽ തൊഴിൽ രംഗത്തെ അടിമപ്പണി ഉണ്ടാക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ആ നടപടിക്കെതിരായിട്ട് സമൂഹത്തിലെ ഉൽപ്പതിഷ്ഠുക്കളായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഉൽപ്പതിഷ്ഠുക്കൾ അധികാരം കഴിയുമ്പോൾ കിട്ടുമ്പോൾ എല്ലാ വിപ്ലവവും അതോടുകൂടി നഷ്ടപ്പെടുകയും അവസാനം ഒരു മനുഷ്യരൂപം മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്ന ചില വിപ്ലവകാരികളുണ്ട്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ള പരിസരം മുഴുവൻ മറക്കും. എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അവരിപ്പോൾ അവസാനം വന്ന് എല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യ മുഖം മാത്രം, ഒരു മനുഷ്യൻ്റെ രൂപം മാത്രമായി നിൽക്കുകയാണ്. കേരളത്തിൽ സാവകാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്യാം എന്ന് നേരിട്ടും പറഞ്ഞു, വീട്ടിൽ വന്നും പറഞ്ഞു, വഴി വെച്ച് കണ്ടവരോടൊക്കെയും പറഞ്ഞു. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയാലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റിയാലും വീണ്ടും വരും ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാട്ടിലെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അതിനൊരു വാശി കാണിക്കണ്ടേ? അത് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവണ്ടേ? ഇനി മൊത്തത്തിൽ പറ്റിയില്ലെങ്കിൽ പറഞ്ഞ കാര്യമെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി എടുക്കണ്ടേ? ആ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ പറയും, ഇവിടെ വലിയ സമ്പന്ന കുബേര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ ആ വിഷമം തീർക്കാൻ ഇവരെല്ലാം വീട്ടുപണിക്ക് ചെല്ലുമല്ലോ. അവരുടെ കൈ വളർന്നോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച നേരെ ആ പണിക്കലെത്തുമല്ലോ.
പക്ഷെ പാവങ്ങളായ ആളുകൾ തുച്ഛമായ വേതനത്തിന് വേണ്ടി നാട്ടുപുറത്ത് ഒരിടത്തും കിട്ടാത്ത കൂലിപ്പണിക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ശ്രീ കല്ലാടനാണ് പറയുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.